സുഖമായിട്ട് ഇരുന്ന് കാണാവുന്ന ഒരു ഫിലിമാണ്. സുഖമാണ്. ഇത്രയും വർഷമായിട്ട് ഇത് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ്. ഇതുവരെ അഭിനയിച്ച ഒരു കൺവെൻഷണൽ രീതിയിലല്ല, വേറൊരു രീതിയാണ്. പക്ഷേ അത് ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ ഇമോഷൻ എപ്പോഴും മലയാളികളുടെ ഒരു ഭയങ്കര ഫേവറേറ്റ് ടോപ്പിക് തന്നെയാണ്. എനിക്ക് തന്നെ ഒരു ഇമോഷണൽ ഡ്രാമ, ഫീൽ ഗുഡ് ഡ്രാമ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരി ഇതിനൊരു സ്ലൈസ് ഓഫ് എ ലൈഫ് എന്നുള്ളൊരു ജോൺറയിൽ ഉൾപ്പെടുത്താൻ താല്പര്യം. Heartfelt music is coming. I think last great music album was Avesham. In between, if you think then you have to go to Kumbhalini Nights, Premam, that was 10 years ago. So even, I think music we have done really well, and the story was unusual. വീണ്ടും ഒന്നുകൂടെ കാണാൻ പറ്റി. നന്നായിരുന്നു പടം. പോയിട്ട് തുടക്കം മുതൽ അവസാനം വരെ സസ്പെൻസ് ഉണ്ട്, രസമായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു കണ്ടിന് നല്ലൊരു വിരുന്നായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും കാണുക. ഇത്രയും വർഷമായിട്ട് ഇത് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ്. ഇതുവരെ അഭിനയിച്ച ഒരു കൺവെൻഷണൽ രീതിയിലല്ല, വേറൊരു രീതിയാണ്. പക്ഷേ അത് ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ. സിനിമയെപ്പറ്റി ഞാനും പറയുന്നേക്കാളും പ്രേക്ഷകർ പറയുന്നതാണ്. എങ്കിലും ആദ്യത്തെ ദിവസം എല്ലാവരുടെ കൂടെ നിന്ന് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി വരും ദിവസങ്ങളിലാണ് അറിയേണ്ടത്. തീർച്ചയായും. ഈ ഇമോഷൻ എപ്പോഴും മലയാളികളുടെ ഒരു ഭയങ്കര ഫേവറേറ്റ് ടോപ്പിക് തന്നെയാണ്. എനിക്ക് തന്നെ ഒരു ഇമോഷണൽ ഡ്രാമ, ഫീൽ ഗുഡ് ഡ്രാമ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരി ഇതിനൊരു സ്ലൈസ് ഓഫ് എ ലൈഫ് എന്നുള്ളൊരു ജോൺറയിൽ ഉൾപ്പെടുത്താൻ താല്പര്യം. കാസ്റ്റിങ്ങിലേക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ച് അങ്ങനത്തെ കാസ്റ്റിങ്ങാണ് കൊണ്ടുവന്നത്. എല്ലാവരും അതിനനുസരിച്ച് നീതി പുലർത്തുന്നു പ്രതീക്ഷിക്കുന്നു. വരും ദിവസങ്ങളിൽ പ്രേക്ഷകരുടെ ബാക്കി അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇറങ്ങി കപ്പിൾസ് വരാൻ പറ്റിയ ഫിലിമാണ്. ലൈക്ക് മാത്യുവും ദേവികയും ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്ന പടം. ചെറിയ ഫിലിമാണ്, അങ്ങനെ വലിയ ലൈക്ക് ഗിമിക്സ് ഒന്നുമില്ലാത്ത വളരെ സെർട്ടിൽ ആൻഡ് ഗുഡായ നല്ല സിനിമയാണ്. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ലൈക്ക് അതാ ഞാൻ പറഞ്ഞ ലൈക്ക് ഒരു എക്സ്ട്രാ വളരെ റൊമാൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് വരണ്ട. ലൈക്ക് വളരെ സട്ടിലും സോഫ്റ്റും ആയിട്ടുള്ള വളരെ സാധാരണ ഒരു നോർമൽ ലവ് സ്റ്റോറി അല്ലെങ്കിൽ റൊമാൻറ്റിക് ഇമോഷണൽ ഡ്രാമയാണ്. Actually, the thing is, when I kept coming down, I heard a lot of stories. And there were different stories. There was like from thrillers, because they're easier to make, and action and all that in terms of. But this story really resonated with me. We worked on the script and the story for like 6 months before we started. We kept working on drafts and drafts. Music we worked actually on a year. So I'm really happy with the music, the way it's turned out. After a very long time in Kerala, like a nice heartfelt music is coming. I think last great music album was Avesham. In between, if you think then you have to go to Kumbhalini Nights, Premam, that was 10 years ago. So even, I think music we have done really well, and the story was unusual, and the way it comes together in the end. I think first half is funny and all, second half it makes you feel, and the most important, whatever I've learned is like family is very important. പുള്ളിക്കാരൻ്റെ പാട്ട് അടിപൊളിയായിട്ട് ചെയ്തു, ദേവിക അടിപൊളിയായിട്ട് ചെയ്തു. ആൻഡ് അരുൺ ചേട്ടൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷൻ വൈസ് എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ടോബിൻ സിനിമാറ്റോഗ്രഫി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ടോട്ടലി ആ ഒരു ഫൺ ഫാക്ടറെല്ലാം നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് പടം എനിക്ക് വർക്കായി, നിങ്ങൾക്കും വർക്കാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പടം പോയി തിയേറ്ററിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. റിയാലിറ്റിയിൽ നമ്മൾ ലോൺലി ആയി കഴിയുമ്പോൾ ഹൂ ആർ യു സിറ്റിംഗ് വിത്ത് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ആ സ്ട്രോങ് കോൺസെപ്റ്റിനെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് അവരെ അപ്രോച്ച് ചെയ്ത് അതിനെ എടുത്തിട്ടുണ്ട്. ആൻഡ് ആസ് ദ പേഴ്സൺ ഓഫ് യുവർ ഡിസയർ ഹൂ അണ്ടർസ്റ്റാൻഡ്സ് യു, ആ പേഴ്സണായിട്ടാണ് ജഗദീഷ് ചേട്ടൻ വരുന്നത്. സോ ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. ആൻഡ് ഹിസ് ലൈഫ് ദർ ഇസ് ഓൾവേസ് എ ജസ്റ്റിഫിക്കേഷൻ ഇല്ലേ. നമ്മളെന്ത് ആർക്കെങ്കിലും വേണ്ടി നമ്മളൊരാളാവുമ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മളായെന്ന് നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, ആ ആൾക്കൊരു ജസ്റ്റിഫിക്കേഷൻ. അങ്ങനെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉള്ളൊരു ഫിലിമാണ്. വേർ ദർ ഇസ് എ ജസ്റ്റിഫിക്കേഷൻ വൈ ഹി കെയിം ഇൻ ടു ദിസ് സ്റ്റേറ്റ്. ജഗദീഷ് ചേട്ടൻ്റെ സ്റ്റേറ്റ് എന്തുകൊണ്ട്. സോ ആ സിനിമ കാണുമ്പോൾ നമ്മൾ അങ്ങനെ അത് പ്രൂവ് ചെയ്യാൻ നോക്കുകയല്ല, പക്ഷേ ഇറ്റ് ഈസ് ദെയർ. സോ ഐ ലൈക്ക് ദാറ്റ് പാർട്ട് വെർ ഇൻ എ ലൈറ്റ് ഹാർട്ടഡ് വേ ദേ ഹാവ് അപ്രോച്ച്ഡ് ഓൾ ദ സൈക്കോളജിക്കൽ. പക്ഷേ എന്നാൽ സൈക്കോളജി അപ്രോച്ച് ചെയ്തെക്കണ ഒരു ഫീലിങ്ങും അല്ല. ഇറ്റ്സ് വെരി ലൈറ്റ് ഹാർട്ടഡ്. ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ ദർ ഇസ് എ ലെയറിങ് ഓഫ് ഇറ്റ്, വിച്ച് ഇസ് വാട്ട് ഐ ലൈക്ക് അബൌട്ട് ദ മൂവി. സോ സുഖമായിട്ട് ഇരുന്ന് കാണാവുന്ന ഒരു ഫിലിമാണ്. സുഖമാണ്. താങ്ക് യു. എല്ലാവരും ഇനി ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അറിയാൻ കാത്തിരിക്കുകയാണ്. അവർ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ അത് വെയിറ്റ് ചെയ്യാണ്. യെസ്, ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ.